മനസ്സും മനസാക്ഷിയില്ലാത്ത ഒരു ഗവൺമെന്റ് സംസ്ഥാനം ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് നേരെ ഇത്രയും വലിയ ഒരു പരിഹാസവും പുച്ഛവും നടക്കുമ്പോൾ സമരവീര്യ പോരാട്ടത്തിന്റെ പല മുഖങ്ങളാണ് നമ്മൾ ആശാ വർക്കർമാരുടെ സമരത്തിൽ കാണുന്നത്. ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുടി എന്ന് പറയുന്നത് അവർ അതിന്റെ ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതായി കണക്കാക്കുമ്പോൾ അത്രത്തോളം അവർ ആ ഒരു ജീവിതത്തിൽ ഇത്രയും വലിയൊരു അനുഭവം അനുഭവിക്കുന്നത് കൊണ്ടാണ് അവർ ആ മുടി മുറിക്കൽ സമരത്തിലേക്ക് പോലും കടക്കുന്നത്. 50 ദിവസമായി വെയിലത്തും മഴയത്തും ഇത്രയും സ്ത്രീകൾ കുടുംബങ്ങളെ വിട്ട് അവിടെ വന്ന് സമരത്തിൽ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇരുന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകാത്തത് ഏറ്റവും വലിയ അനീതിയാണ്. കേരള മനസാക്ഷി ഈ ആശാ വർക്കർമാരോടൊപ്പമാണ് എന്നുള്ളത് നമുക്ക് സാധാരണ ജനങ്ങളോട് സംസാരിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം അവരുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നവരാണ് ആശാ വർക്കർമാർ. അപ്പോൾ ഇത്രയും ആ മുടി മുറിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലും അവർ എത്തിയിട്ടുണ്ടെങ്കിൽ ആ സമരത്തിന്റെ തീവ്രതയാണ് അവിടെ കാണിക്കുന്നത്. സർക്കാർ ഇനിയെങ്കിലും കണ്ണ് തുറക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. എന്തായിരിക്കും ഈ ഒരു അവസ്ഥയ്ക്കുള്ള ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം? കാരണം ആശാമാർ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനങ്ങൾ മാത്രം വിചാരിച്ചാൽ തീർക്കാവുന്ന ഒരു പ്രശ്നമാണോ ഇത്? അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ജോലിക്ക് അർഹിച്ച സേവന വേതന വ്യവസ്ഥ തുടങ്ങിയവ പ്രഖ്യാപിക്കാൻ സർക്കാർ വൈകുന്നതും? സർക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വാശി പോലെയാണ് ഇത് കാണുന്നത്. സർക്കാരിന് അവരെ ഒന്ന് അനുനയിപ്പിക്കാനോ ഈ സമരം ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിപ്പിക്കുവാനോ ഇവർക്ക് സർക്കാരിന് യാതൊരുവിധ താല്പര്യവും ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. അത് മാത്രമല്ല, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്, ഇത് ഒരു കേന്ദ്ര സർക്കാരിന്റെ അടുത്തേക്ക് എത്തിക്കേണ്ട ഈ ഒരു വിഷയം അത്രത്തോളം അതിന്റെ പ്രാധാന്യത്തോടെ എത്തിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനല്ലേ? തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യണം, സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാർ ചെയ്യണം. പക്ഷേ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്തിയിട്ട് നിർമ്മല സീതാരാമൻ എന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി പുട്ടും കടലയും കഴിച്ചതല്ലാതെ ഒരു വാക്ക് ഈ ആശാ വർക്കർമാരുടെ പറയാൻ തയ്യാറായിട്ടില്ല. ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഡൽഹിയിലേക്ക് പുറപ്പെടുമ്പോൾ പറഞ്ഞത് ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുമെന്നാണ്. പക്ഷെ ക്യൂബൻ ഡെലിഗേഷനെ കണ്ടതിന്റെ അപ്പുറത്തേക്ക് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ തലേ ദിവസം അപ്പോയിന്റ്മെന്റ് ചോദിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവരുടെയൊക്കെ പ്രതിബദ്ധത എന്താണ് എന്നുള്ളത്. നിസ്സംഗത പാലിക്കുകയാണ്, അവഹേളിക്കുകയാണ് ഈ ഗവൺമെന്റ് ആശാ വർക്കർമാരെ. അപ്പോൾ അതിന് മുൻകൈ എടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ്. ഇപ്പൊ MP-മാരെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ MP-മാർ പാർലമെന്റിൽ, ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ നിരന്തരം ഈ അഭ്യർത്ഥന ഉന്നയിക്കുകയും പ്രതിഷേധങ്ങൾ നടത്തുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു MP-മാരുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് ഇത് വളരെ പുച്ഛത്തോടു കൂടി കാണുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു ഇടപെടൽ നടത്താൻ അവർ തയ്യാറാവുന്നില്ല. അവരൊരു വാശിയോടെയാണ് ആശാ വർക്കർമാരുടെ സമരത്തെ കാണുന്നത്. ഈ ഒരു ആരോഗ്യ മേഖലയിൽ തന്നെ നമ്മൾ അഭിമാനത്തോടെ പറയുന്നതാണ്, എപ്പോഴും കേരളത്തിൻ്റെ നേട്ടങ്ങൾ എപ്പോഴും ഒരു സുപ്രധാന ഘടകമായി തന്നെ പറയുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അത് ഇന്നോ ഇന്നലെയോ വന്നതല്ല, ഒരു ചരിത്രപരമായി തന്നെ ഓരോ കാലഘട്ടത്തിലും ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴെല്ലാം ആരോഗ്യ മേഖലയെ നമ്മൾ പുകഴ്ത്തുന്നതാണ്. പക്ഷേ ഇത്തരം വലിയൊരു വീഴ്ച സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും കൃത്യമായ ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത്? പ്രത്യേകിച്ച് ഈ ആരോഗ്യ മേഖലയുടെ ആണിക്കല്ലായി പ്രവർത്തിക്കുന്ന ഓരോ ആശാപ്രവർത്തകരുടെയും ഇടയിലേക്കും. അതിൽ സ്ത്രീ സമൂഹത്തെ തന്നെ ഒരു ആക്ഷേപിക്കുന്ന രീതിയാണ് ഈ ഗവൺമെന്റ് വെച്ച് പുലർത്തുന്നത്. സ്ത്രീകളാണല്ലോ സമരം ചെയ്യുന്നത്, അതുകൊണ്ട് അത് എത്ര വരെ പോകും എന്നുള്ള ഒരു ചിന്താഗതിയിൽ ആണ് ഈ ഗവൺമെന്റ് ഇതിനെ നോക്കിക്കാണുന്നത്. അല്ലെങ്കിൽ ഒരു 50-ാം ദിവസത്തിലേക്ക് എത്തുന്ന ഒരു സമരത്തെ ഇത്രയും വികാരത്തോടുകൂടി സ്ത്രീജനങ്ങൾ അണിനിരക്കുന്ന ഒരു സമരത്തെ ഒത്തുതീർപ്പിൽ എത്തിക്കാൻ ഒരു ശ്രമം പോലും നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഗവൺമെന്റിന് ഇത് ഒരു ഒത്തുതീർപ്പിൽ എത്തിക്കണം എന്നവർ ആഗ്രഹിക്കുന്നില്ല. പുച്ഛത്തോടെ അവർ ഈ സമരത്തെ കാണുകയാണ്. സ്ത്രീകളോടുള്ള പുച്ഛ മനോഭാവമാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. അതിനവർ വലിയ വില നൽകേണ്ടി വരും. ഈ ഗവൺമെന്റ് വലിയ വില ഇവരുടെ ഈ പുച്ഛ മനോഭാവത്തിന് നൽകേണ്ടി വരും.
ഈ നമുക്ക് ഈ കാലാകാലങ്ങളായി തന്നെ ഇവർ അനുഭവിക്കുന്ന ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ മാറി മാറി വരുന്ന സർക്കാരുകളുടെ ചൂഷണത്തിന് പ്രധാനപ്പെട്ട വിധേയരാകുന്നത് ഇത്തരത്തിലുള്ള ആശാപ്രവർത്തകരാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഇരയായിപ്പെടുന്നവർ സ്ത്രീകളാകുമ്പോഴാണോ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് മുന്നിൽ സർക്കാരുകൾ കണ്ണടയ്ക്കുന്നതും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരു കൃത്യമായ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം സ്വീകരിക്കാത്തതുമെന്നാണോ താങ്കൾ പറയുന്നത്? നമ്മുടെ മുന്നിൽ ഇപ്പൊ ഇതൊരു ലൈവായിട്ട് നടക്കുന്ന സംഭവമാണല്ലോ. ഇതിപ്പോ ഞാൻ പറയുന്നതോ ഇതല്ല കാര്യം. നമ്മുടെ മുന്നിലുള്ള ഒരു സാഹചര്യം ഒരു അനലൈസ് ചെയ്യുന്ന ഏതൊരാൾക്കും വ്യക്തമാകുന്ന ഒരു കാര്യമല്ലേ ഈ 50-ാം ദിവസത്തിലേക്ക് ഒരു സമരം കടക്കുമ്പോൾ അതിനെ ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ ഇവർ തയ്യാറാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഈ സമരത്തെ അവർ അതിന്റെ ഒരു ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ജീവിത സമര പോരാട്ടമായി ഇത് കാണുന്നില്ല. അതിന് ഒരു വിലയും ഇവർ നൽകുന്നില്ല. അത് നയിക്കുന്നത് സ്ത്രീകളായതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു അവഹേളനം കൂടിയാണ് ഈ സമരത്തോട്. പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതി ചേർക്കാൻ പോകുന്ന സമരമാണ് ഈ ആശാ വർക്കർമാരുടെ സമരം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സർക്കാർ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഇവരുടെ സമരവീര്യ പോരാട്ടം കെടുത്താൻ ഈ സർക്കാരിന് സാധിച്ചില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.